ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. രാജ്യത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിട്ടുള്ള 2027 സെൻസസിന് മുന്നോടിയായിട്ട് എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ എന്യൂമറേറ്റർമാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാവുന്നതാണ്. അതാണ് സെൽഫ് എന്യൂമറേഷൻ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ സെൽഫ് എന്യൂമറേഷൻ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിൽ വരുന്ന സമയത്ത് പിന്നീട് അവരുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകേണ്ടതില്ല. അതിനുവേണ്ടി അവർക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള SEID നൽകിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ se.census.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് സ്റ്റേറ്റ് ആണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് കേരളം എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റർ ക്യാപ്ച എന്നുള്ള ഒരു ഭാഗത്ത് ആ ഒരു ക്യാപ്ച കോഡ് അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെയുള്ള സ്പീക്കറിന്റെ സിമ്പിൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വോയിസ് കേൾക്കാവുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. 15 to 20 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. കൺഫർമേഷൻ ആൻഡ് സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു SEID ലഭിക്കും. അത് നമ്മുടെ വീടുകളിൽ വരുന്ന എന്യൂമറേറ്റർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അടുത്തായി വരുന്നത് ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുടെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരാണ് നൽകേണ്ടത്. ഫാദറിൻ്റെയോ മദറിൻ്റെയോ പേര് കൊടുക്കാം. അങ്ങനെ മുതിർന്ന ആളുടെ പേര് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാളുടെ പേര് നൽകിയാൽ മതി. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന പേര് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. ഒരിക്കൽ കൊടുത്ത പേര് പിന്നീട് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്തായി വരുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതും ഒരിക്കൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൊടുത്ത നമ്പർ പിന്നീട് മാറ്റാൻ സാധിക്കുകയില്ല. ഈ ഒരു മൊബൈൽ നമ്പറിലോട്ടായിരിക്കും നമുക്ക് അവസാനം SEID ലഭിക്കുന്നത്. അടുത്തത് ഇമെയിലാണ്, ഓപ്ഷണലാണ്. വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിലോട്ട് കൂടെ നമുക്ക് ആ ഒരു SEID ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സക്സസ്, OTP സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. ശേഷം നമ്മൾ വരുന്ന ഭാഗത്ത് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. അവിടെ ഒരു ഭാഗത്ത് നമ്മൾ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP ഇവിടെ താഴെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിരിക്കും. അവിടെ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അതൊരു 1-2 തവണ നിങ്ങൾ വായിച്ച് കറക്റ്റായിട്ട് നല്ലപോലെ മനസ്സിലാക്കുക. അതിനുശേഷം മുന്നോട്ട് പോകുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ SEID അതായത് എന്യൂമറേറ്റർമാർക്ക് വെരിഫൈ ചെയ്യുന്നതിന് മാപ്പിൽ നമ്മുടെ വീടിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചുവന്ന ലൊക്കേഷൻ മാർക്കർ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തേക്കോ വീടിൻ്റെ മുകളിലേക്കോ ആയി നീക്കി വെക്കുക. മാർക്കർ കിടക്കുന്നത് വീടിൻ്റെ മുകളിലാണെങ്കിൽ പോലും അത് അല്പം നീക്കിയ ശേഷം വീണ്ടും വീടിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അടുത്തേക്കോ നീക്കി വെക്കുക. മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുവന്ന മാർക്കർ വീടിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തേക്കോ ആയി നീക്കി വെക്കുക. മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയില്ല എങ്കിലും കുഴപ്പമില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നൽകി മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ സംസ്ഥാനം അവിടെ വന്നിട്ടുണ്ട്. അതിനടുത്തായിട്ട് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട് അത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജില്ല നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് നമ്മുടെ പിൻകോഡാണ്. അവിടെ നമ്മുടെ പിൻകോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് നൽകുന്നത് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകിയില്ലെങ്കിൽ മാപ്പിൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. തുടർന്ന് വരുന്ന ഭാഗത്ത് വില്ലേജ്, പട്ടണം, പ്രദേശം, ഹോംലെറ്റ്, സ്ഥലസൂചകം എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ വരുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ സ്ഥലം നിങ്ങളൊന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള തിരയുക എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്ഥലം കണ്ടെത്തി. മാപ്പിൽ താങ്കളുടെ വീടിൻ്റെ സ്ഥലത്ത് മാർക്കർ കൊണ്ടുവയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അവർ കണ്ടെത്തി തന്നുള്ളത്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ വീടിൻ്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല.
അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ലാൻഡ് മാർക്ക് എന്തെങ്കിലും ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത്തരത്തിൽ എനിക്കും എൻ്റെ വീട് കണ്ടെത്താനേ കഴിയുന്നില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട് ഗൂഗിൾ മാപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീട് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ എനിക്ക് മാപ്പിൽ കറക്റ്റ് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ മാർക്കർ നിൽക്കുന്നത് കറക്റ്റ് എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ്. എങ്കിലും ഒന്ന് നീക്കിയതിന് ശേഷം വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലം കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള സേവ് ചെയ്ത് അടുത്തത് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിരിക്കും. സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ളതിന് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലവുമായി തുടർന്ന് പോകണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ വേണം എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യാവലിയിലേക്ക് കിടക്കുന്നതായിരിക്കും. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട 4 സെറ്റ് ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെ ഇടതുവശത്തെ ചോദ്യങ്ങളുണ്ട്, അതിന് അനുയോജ്യമായ ഉത്തരങ്ങൾ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അനുയോജ്യമായ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് വീടിൻ്റെ നിലത്തിനുപയോഗിച്ച പ്രധാന സാമഗ്രി എന്നുള്ളതാണ്. ഇവിടെ വീടിൻ്റെ തറകെട്ടാൻ ഉപയോഗിച്ച മെറ്റീരിയലാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് വീടിൻ്റെ ഭിത്തി കെട്ടാൻ ഉപയോഗിച്ച പ്രധാന സാമഗ്രി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുയോജ്യമായ ഉത്തരങ്ങൾ വലതുവശത്തുള്ള കോളത്തിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി എന്നുള്ളതാണ്. അതിൽ നിന്ന് വലതുവശത്തെ ഉത്തരങ്ങളിൽ നിന്ന് അനുയോജ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യം വന്നുള്ളത് വീടിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അനുയോജ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സേവ് ചെയ്ത് അടുത്തത് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒരു സെറ്റ് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്ത് അടുത്തത് എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വേണം എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് നടക്കുന്നത് 6 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാമത്തേത് നമ്മുടെ സ്ഥല സൂചനാ വിവരങ്ങളുമായി ബന്ധപ്പെട്ടും ബാക്കി 4 നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടും അതിലെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം അവസാന ഘട്ടം വരുന്നത് അപേക്ഷയുടെ പ്രിവ്യൂ നോക്കലും അതിൻ്റെ സ്ഥിരീകരണവുമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയതിന് ശേഷം നമ്മൾ അവസാനത്തെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം തന്നെ കാണാവുന്നതാണ്. ഓരോ വിവരങ്ങളും ഘട്ടം ഘട്ടമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതെല്ലാം നമ്മളൊന്ന് വായിച്ച് കറക്റ്റ് വെരിഫൈ ചെയ്യുക. ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എഡിറ്റിലേക്ക് പോകുക, ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക, സ്ഥിരീകരിച്ച് സമർപ്പിക്കുക തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ നിന്നും നമ്മൾ നൽകിയ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടതുണ്ട് എങ്കിൽ എഡിറ്റിലേക്ക് പോവുക എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നമ്മളിപ്പോൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രാഫ്റ്റായിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അപേക്ഷ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അന്തിമ സമർപ്പണം. അന്തിമ സമർപ്പണത്തിന് ശേഷം നമ്മൾ നൽകിയ വിവരങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണം എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. വിജയകരമായി സമർപ്പിച്ചു. നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ ഫോം നമ്മൾ വിജയകരമായി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ID നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് SMS ആയിട്ടും ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇനി സെൻസസിൻ്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ ID നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.